ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ബാദൽ മേഘങ്ങൾ എന്ന കവിതയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ കവിത കറുത്ത മേഘങ്ങളുടെ സൗന്ദര്യത്തെയും മഴ നൽകാനുള്ള അവയുടെ പ്രാധാന്യത്തെയും കുറിച്ചാണ്. വെള്ളം നിറഞ്ഞ കറുത്ത മേഘങ്ങൾ ആകാശത്ത് തങ്ങി നിൽക്കുന്നതിനെ കവി കറുത്ത പുതപ്പുകളോട് ഉപമിക്കുന്നു. പർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാറ്റിൽ അവ ആനകളെപ്പോലെയും കുതിരകളെപ്പോലെയും വിവിധ രൂപങ്ങൾ പ്രാപിക്കുന്നത് അതിമനോഹരമാണ്. കവിതയുടെ രണ്ടാം ഭാഗം മേഘങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും മഴയായി മാറുന്നുവെന്നും പറയുന്നു. ചെറിയ ജലകണങ്ങൾ നീരാവിയായി മാറി തണുത്തു മേഘങ്ങളാകുന്നു. പിന്നീട് ഇടിവെട്ടോടും മിന്നലോടും കൂടി മേഘങ്ങൾ മഴയായി പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ മയിലുകൾ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നു. ചെടികൾ മഴയിൽ കുളിച്ചു നിൽക്കുന്നു. ഒടുവിൽ മഴവെള്ളത്തിൽ കടലാസു തോണി ഒഴുകി നീങ്ങുന്നതും അത് അതിവേഗം പോകുന്നതും കവി വർണ്ണിക്കുന്നു. ഇനി നമുക്ക് ഈ കവിതയുടെ പരിഭാഷ നോക്കാം. കവിത ബാദൽ മേഘങ്ങൾ. കവി ഡോക്ടർ ശ്രീപ്രസാദ്. കാലേ കാലേ പാനി വാലേ, കറുത്ത കറുത്ത വെള്ളമുള്ള. ആസ്മാൻ മേം ബാദൽ ആയേ, ആകാശത്ത് മേഘങ്ങളെത്തി. ബോല കൈസേ ആഗർ ഛായേ, പറയൂ അവ എങ്ങനെ വന്നു മൂടി. ഹവാ പകടുകർ ലാഗി സർസർ, കാറ്റിൽ പിടിച്ചിട്ട് സർസറെന്ന്. ഛായേ ജൈസേ കാലേ കമ്പൽ, കറുത്ത പുതപ്പുകൾ പോലെ മൂടി. കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ, എത്ര സുന്ദരമാണ് മേഘങ്ങളെ കാണാൻ. പേട് ജൈസേ ഭേഡ് ജൈസേ, മരങ്ങളെപ്പോലെ ചെമ്മരിയാടിനെപ്പോലെ തോന്നുന്നു. ലഗത്തെ ജൈസേ ചൽത്തെ ഘോഡെ, നടന്നു നീങ്ങുന്ന കുതിരകളെപ്പോലെ തോന്നുന്നു. ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ, അവ ആനകളുടെ കൂട്ടമായി മാറുന്നു. നൻഹെ ജലകൺ ഗയേ ഭാപ് ബൻ, ചെറിയ ജലകണങ്ങൾ നീരാവിയായി മാറി. ഉസി ഭാപുമേം ഠണ്ടകപായി, അതേ നീരാവിയിൽ തണുപ്പ് കിട്ടി. ബാദൽ ബരസെ ബരസ ആയി, മേഘങ്ങൾ വർഷിച്ചു മഴയെത്തി. കരത്തെ ഗടഗട ആത്തെ ബടബട, ഇടിമുഴക്കത്തോടെ പടപട ശബ്ദത്തോടെ വന്നു. ബിജിലി ബാദൽ കോ ധമകായേ, മിന്നൽ മേഘങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അന്ധിയാരെ മേം രാഹ് ദിഖായേ, ഇരുട്ടിൽ വഴി കാണിക്കുന്നു. മോർ മഗ്നുമൻ ഘുംഝും ഛനൻ ഛൻ ഛൻ, മയിലിന്റെ സന്തോഷമുള്ള മനസ്സ് ഘുംഝും ഛനൻ ഛൻ ശബ്ദത്തോടെ. ഝൂം ഝൂമക്കർ നാച്ച് ദിഖായേ, ആടിയാടി നൃത്തം കാണിക്കുന്നു. ഖുഷ് ഹോക്കർ ഗാതാ ഗായേ, സന്തോഷത്തോടെ പാട്ടുപാടുന്നു. ബരസെ ബാദൽ കലകല ഛലഛൽ, മേഘങ്ങൾ വർഷിച്ചു കലകല ഛലഛൽ ശബ്ദത്തോടെ. തേർ ചലി കാഗസ് കി നയ്യ, കടലാസിലെ തോണി ഒഴുകി നീങ്ങി. പൂങ്ച് ഉഠാക്കർ ഭാഗി ഗയ്യ, വാലുയർത്തി പശു ഓടിപ്പോയി. ഇനി നമുക്ക് രചയിതാവിനെക്കുറിച്ച് നോക്കാം. കവിതയുടെ രചയിതാവ് ഡോക്ടർ ശ്രീപ്രസാദാണ്. ഡോക്ടർ ശ്രീപ്രസാദ് പ്രധാനമായും കുട്ടികൾക്കായുള്ള സാഹിത്യരചനകളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. ലളിതവും മനോഹരമായ ഭാഷയിൽ പ്രകൃതി, മൃഗങ്ങൾ, ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം കവിതകളും കഥകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകൾ കുട്ടികൾക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും ഭാവനയെ വളർത്താനും പ്രചോദനമേകുന്നവയാണ്. ബാദൽ എന്ന ഈ കവിത കുട്ടികൾക്ക് മേഘങ്ങളുടെ സൗന്ദര്യത്തെയും മഴയുടെ വരവിനെയും വളരെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉദാഹരണമാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.